അതെ, വലിയ ആശങ്കയിലാണ് അർജന്റീനയുടെ ആരാധകനായ ടി.എം. പ്രതാപനും അതുപോലെ തന്നെ മന്ത്രി OJ ജനീഷും. വലിയ ടെൻഷൻ ഉണ്ടല്ലോ. അത് OJ ജനീഷും എനിക്കൊക്കെ ടെൻഷനുണ്ട്. സ്വാഭാവികം ഞങ്ങളെല്ലാവരും അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അർജന്റീനയുടെ രാഷ്ട്രീയത്തോടെ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, അർജന്റീനയുടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തോടെ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷെ ഫുട്ബോളിൽ ഞങ്ങൾക്ക് അർജന്റീന കളി വളരെ ഗംഭീരമായ കളി. സ്വിറ്റ്സർലൻഡ് ഗംഭീരമായി കളിച്ചു. പക്ഷെ അവസാനത്തെ ഒരു 5 മിനിറ്റ് 10 പേരാട്ടോ സ്വിറ്റ്സർലൻഡ്. അത് ആ 10 അവർ നല്ല ടീമാണ്, നന്നായി കളിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നല്ല കളിയാണ് സ്വിറ്റ്സർലൻഡിന്റെ. പക്ഷെ അടുത്ത എക്സ്ട്രാ ടൈം നോക്കിയോ ഞങ്ങളൊരു ഗോൾ അടിക്കും. മന്ത്രിയുടെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ കേട്ടില്ല? മന്ത്രിയുടെ നെഞ്ചിടിപ്പ് ഇതേ ട്രോള് വരുമെന്നുള്ള ഭയമാണ്, വേറൊന്നുമില്ല. ട്രോള് വരുമോ എന്നുള്ള ഭയം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല കളിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ടെൻഷനിലാണ് കാര്യങ്ങൾ. രണ്ടാം പകുതി ആവേശകരമായിട്ട് പോയി. രണ്ടാമതൊരു ഗോൾ തിരിച്ചു വീഴുമെന്നുള്ള കാര്യം ആ കളി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും 10 പേരെ വെച്ചാൽ കളിക്കണത്. അതാണ് സ്വിറ്റ്സർലൻഡിന്റെ ഒരു പ്ലെയർ റെഡ് കാർഡ് കണ്ട് പുറത്തായിട്ടും അവരുടെ പ്രതിരോധ നിര പാളുന്നില്ല എന്നുള്ളത് പറഞ്ഞു പോകേണ്ടി വരുമോ? വരില്ല. നല്ല ഖത്തർ ആവർത്തിക്കോ? 30 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. ഖത്തർ ആവർത്തിക്കോ? നല്ല കളിയുടെ പ്രവചനാതീതമായി അർജന്റീന തന്നെ ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും ഈ ചിരി കളി കഴിയുന്നവരെ ഉണ്ടാവട്ടെ രണ്ടുപേരും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ഞങ്ങള് കൗണ്ടിങ് സമയത്ത് പോലും ഞങ്ങൾക്ക് ഇത്ര വലിയ ജിജ്ഞാസ ഉണ്ടായിട്ടില്ല. ഇത്തവണ ജനീഷൊക്കെ അങ്ങനെ പറയരുത്. വെറും 126 വോട്ടിന് തോറ്റ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായില്ല. എനിക്കല്ല, ജനീഷ് ആദ്യ റൗണ്ട് മുതലേ വമ്പിച്ച് മുന്നോട്ട് പോയ ആളാ. ഇപ്പൊ ജനീഷ് ചെറിയൊരു ടെൻഷൻ വന്നത് സ്വിറ്റ്സർലൻഡിന്റെ അവസാനത്തെ ഈ മൂവ്മെന്റുകളാണ്. പക്ഷെ അതും അതിജീവിച്ച ആളാണ്. ഞാനൊരു പ്രവചനം നേരത്തെ നടത്തി. ഇപ്പോൾ ഒരു ഗോള് വീഴുന്നു പറഞ്ഞു. ആ അടുത്ത സെക്കൻഡ് അത് ആ കളി കണ്ടിട്ട് പറഞ്ഞാണ്. അപ്പൊ നമ്മൾ നല്ല കളി അംഗീകരിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം.